മമ്മൂട്ടിയുടെ 2026 വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഹൈദരാബാദിൽ റാമോജി റാവ് ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. മഹേഷ് നാരായണന്റെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ ഏകദേശം 50 ദിവസം നീണ്ട ഷെഡ്യൂളാണ്. അതിനുശേഷം അത് ഷൂട്ടിംഗ് തീരും. മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി നയൻതാര ഇങ്ങനെയുള്ള കോമ്പിനേഷൻ സീക്വൻസ് എല്ലാം അതിനകത്ത് വരുന്നതാണ്. ഏപ്രിൽ മെയിൽ അടുത്ത 2026 റിലീസാണ്. അതിനുശേഷം മമ്മൂട്ടിക്ക് അനവധി പ്രൊജക്റ്റുകളാണ്. പെട്ടെന്ന് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ ഭയങ്കര തൽപരനാണ് മമ്മൂട്ടി. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന പ്രൊജക്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. നിതീഷ് സഹദേവൻ ഫാലിമിയുടെ ഡയറക്ടറിന്റെ പടം, അതുപോലെ തന്നെ അതൊരു ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ വരുന്ന സിനിമ തന്നെയാണ്. അതുപോലെ ഖാലിദ് റഹ്മാന്റെ സിനിമ ഗാങ്സ്റ്റർ മൂവി എന്ന് പറയുന്നുണ്ട്. നസ്ലിനും ലുക്മാനും പ്രധാന കഥാപാത്രങ്ങളായിട്ട് അതൊരു വരുന്നുണ്ട്. ആ സിനിമയിൽ നിരവധി താരങ്ങൾ അണിനിരക്കുന്ന സിനിമയാണ്. അതുപോലെ തന്നെ ടിനു പാപ്പച്ചന്റെ ആദ്യത്തെ മമ്മൂട്ടി ചിത്രം, ഒരു ഹിറ്റ് മേക്കർ തന്നെയാണ്. 90% സിനിമകൾ ഹിറ്റ് ആയിട്ടുള്ള ടിനു പാപ്പച്ചന്റെ വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. ആ സിനിമ ഈ പറഞ്ഞ പോലെ 4 ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ള സിനിമ. ഇതെല്ലാം മമ്മൂട്ടിയുടെ 2026 മികച്ച പ്രൊജക്റ്റുകളായിട്ട് വരുന്നതാണ്. കൂടുതലും ബോക്സ് ഓഫീസ് ലക്ഷ്യമിട്ട് വരുന്നതാണ്. 100 കോടി ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ 2026 അറുതി വരാൻ പോകുന്ന വർഷം. അമൽ നീരദ്, അൻവർ റഷീദ് തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളെല്ലാം റെഡിയാണ്, പണിപ്പുരയിലാണ്. എന്തായാലും ഈ പ്രോജക്റ്റുകളെല്ലാം 2026 വരും. പിന്നെ മമ്മൂട്ടിയുടെ സർപ്രൈസ് പ്രോജക്റ്റുകൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന വർഷം കൂടിയാണ് 2026.